ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമാണ്. എന്നാണ് നമ്മുടെ അമ്പലത്തിലെ പ്രോഗ്രാം. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ഇറങ്ങി. ഇന്നും കൂടെ ആക്ച്വലി കോസ്റ്റ്യൂം സെറ്റ് ആയിട്ട്, ബിക്കോസ് എൻ്റെ കോസ്റ്റ്യൂം പിള്ളേരുടെ അല്ല, എൻ്റെ കോസ്റ്റ്യൂം. ബിക്കോസ് ഞാനിങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷനിലായിരുന്നു ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ ഞാൻ വിചാരിച്ചു സെയിം തന്നെ മതി എന്നുള്ളൊരു രീതിയിൽ തീരുമാനിച്ച് അത് ഫുൾ സെറ്റാക്കി ഇപ്പം പോയി എടുത്തോളൂ. അപ്പോൾ കുട്ടികളുടെ മേക്കപ്പ് അവിടെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കലൂർ സ്റ്റുഡിയോയിലും പനമ്പള്ളി സ്റ്റുഡിയോയിലും അറ്റ് എ ടൈം ഒരുമിച്ചാണ് നമ്മൾ മേക്കപ്പ് 2 സ്റ്റുഡിയോയിലും മാറി മാറി എടുക്കാണ്. പരിപാടി 8:30-ക്കാണ്. പക്ഷേ ഇത്രയും പിള്ളേർ 100 അടുത്ത് പിള്ളേരുണ്ടെന്ന് പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് മാത്രം തുടങ്ങിയാൽ നടക്കത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാം തുടങ്ങി ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ ചെന്ന് ഫ്രഷായി ഒന്ന് എല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ എനിക്ക് പോയിട്ട് ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ, 5-6 മണിയല്ല, അതിന് മുന്നേ മേക്കപ്പ് എനിക്കും ചെയ്യാനുണ്ട്. എൻ്റെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ ടൈം നമ്മൾ വിചാരിക്കണ പോലെ അല്ല, പടപടാന്ന് പറഞ്ഞങ്ങ് പോകുമല്ല. ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു. രാവിലെ എണീക്കണത് അറിയുന്നത് മീൻസ് രാത്രി കിടന്നിട്ട് അപ്പൊ തന്നെ രാവിലെ ആവുന്ന ഫീല്. അയ്യോ, ചിലപ്പോ നമ്മൾ ഇങ്ങനെ ഫുൾ ബിസി ആയതുകൊണ്ടായിരിക്കും. എന്തായാലും എത്ര ദിവസം കൂടെ കഴിഞ്ഞാൽ ഇനി നമ്മൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കും. ബാക്ക് ടു ബാക്ക് പ്രാക്ടീസ്. ആൻഡ് വീട്ടിലെത്തുമ്പോൾ തന്നെ 2 മണി ആവുമായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണം എന്ന് കഴിഞ്ഞ. പക്ഷെ കഴിയുമ്പോൾ സങ്കടം വരും. അതാണ് ഏറ്റവും വലിയ ശോകം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ പരിപാടി കഴിഞ്ഞല്ലോ എന്നാണ്. ഒട്ടും വിഷമിക്കണ്ട, നമ്മുടെ ആനുവൽ ഡേ ഓറെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ BTS ഇന്നലെ നടന്നതെന്ന് കാണാം. പ്രോഗ്രാമാണ് അല്ലേ? നമ്മുടെ കുട്ടികളുടെ ഷോക്കേസ് ആണ്. അപ്പോ ഈ ആഴ്ചയാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും പ്രാക്ടീസിലാണ് അല്ലേ? എല്ലാവരും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാണ്. എല്ലാവരും അല്ല, പക്ഷേ മാത്രമേ ഉള്ളൂ. ഇത് ഈസ്റ്ററാണ് ഗൈസ്. അതുകൊണ്ട് ഉള്ളവരെല്ലാവരും വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി എന്താ പരിപാടി? ഡ്രസ്സ്
ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഇന്നത്തെ അവസ്ഥ എന്തൊക്കെയാന്ന് കാണാം. അപ്പോൾ ഗൈസ് ദാ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഓൾറെഡി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആ സുധ, വേറെ ആളായിപ്പോലോ സുധ. അപ്പോൾ കുട്ടികളുടെയും എൻ്റെയും മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ അമ്പലത്തിലേക്ക് എത്തി. ഇപ്പോൾ ഓൾറെഡി ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടേത്. അപ്പം നമ്മുടെ കുട്ടികളിൽ കുറച്ച് പേര് സെമി ക്ലാസിക്കൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഒരു ഡാൻസ് കളിക്കുന്നവരുണ്ട്, ചിലങ്ക കിട്ടുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഞാൻ എന്താ ചിലങ്ക കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും ഓൾമോസ്റ്റ് മേക്കപ്പ് ആൻഡ് ഡ്രസ്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇതാ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. ഞാനും വർഷം കാർത്തിയും പിന്നെ ഞാൻ കുഞ്ഞിലെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു മൊമെന്റ്സ് ഒക്കെ ആട്ടോ ശരിക്കും ഓർമ്മ വരുന്നത്. പക്ഷെ അന്നൊന്നും ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ ഡാൻസ് കളിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികളും കൂടി ഡാൻസ് കളിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കുട്ടികളിൽ നമ്മൾ ആദ്യമായിട്ട് പെർഫോം ചെയ്യിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ചെയ്ത ആദ്യത്തെ സ്റ്റേജിൽ തന്നെ അവരെ കൊണ്ടും ചെയ്യിക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് കേട്ടോ.
ഗായ്സ്, പരിപാടിയെല്ലാം കഴിഞ്ഞു, എല്ലാം അടിപൊളിയായിരുന്നു. ഇതെന്താ ഞാൻ ഇവിടെ ഇരിക്കണേന്ന്? ബാക്ക് സ്റ്റേജ് ആണ് ഗായ്സ്. അപ്പോൾ സൂപ്പറായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ വീഡിയോ വേഗം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ.